നമസ്കാരം. സഹകാരി റേസ് പ്ലസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ കേരള PSCയുടെ ഏറ്റവും പുതിയ നോട്ടിഫിക്കേഷനായ ലീഗൽ മെട്രോളജി ഇൻസ്പെക്ടറിന്റെ ഏറ്റവും പുതിയ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുകയാണ്. അപ്പോൾ എന്താണ് ഒരു ലീഗൽ മെട്രോളജി ഇൻസ്പെക്ടർ? എന്തൊക്കെയാണ് ഒരു ലീഗൽ മെട്രോളജി ഇൻസ്പെക്ടറിന്റെ ചുമതലകൾ? ഈ മേഖലയിലെ പ്രൊമോഷൻ സാധ്യതകൾ എന്തൊക്കെയാണ് എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ വിശദമായി ചോദിച്ചറിയാനായിട്ട് ലീഗൽ മെട്രോളജി ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ഡെപ്യൂട്ടി കൺട്രോളറായി വിരമിച്ച ശ്രീ പത്മകുമാർ സാർ നമ്മളോടൊപ്പം ഉണ്ട്. സാർ നമസ്കാരം. നമസ്കാരം. സാർ, നമ്മുടെ ഒരുപാട് ഉദ്യോഗാർത്ഥികൾ വളരെ പ്രതീക്ഷയോടുകൂടി ബിടെക് അതുപോലെ ഫിസിക്സ് യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾ ഒരുപാട് പ്രതീക്ഷയോടെ കാണുന്ന ഒരു പോസ്റ്റാണ്. ഇതിനകത്തേക്ക് സാറിന്റെ ഒരു എൻട്രി, സർവീസിലേക്കുള്ള എൻട്രി എങ്ങനെയായിരുന്നു? ആദ്യമായിട്ട് ഞാൻ ലീഗൽ മെട്രോളജി എന്ന ടേം എന്താണെന്നൊന്ന് ബ്രീഫായിട്ട് പറയാം. കാരണം മെട്രോളജി എന്ന് പറയുന്നാൽ സ്വാഭാവികമായിട്ടും മീറ്ററുകളെ അല്ലെങ്കിൽ മെഷർമെൻറ്റുകളെ സംബന്ധിച്ച ഒരു വിഷയമാണ്. ലീഗൽ മെട്രോളജി എന്ന് പറയുമ്പോൾ നിയമപരമായിട്ട് അതിൻ്റെ ആവശ്യകത, അത് പ്രധാനമായിട്ടും പ്രൊട്ടക്ഷൻ ഓഫ് ഇൻഡിവിജ്വൽ ആസ് വെൽ ആസ് ഇൻഡസ്ട്രി, പ്രൊട്ടക്ഷൻ അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അതാണ് ലീഗൽ മെട്രോളജി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. കാരണം മെട്രോളജിക്കൽ ആക്യുറസി അത് നിയമപരമായ ഒരു ആവശ്യകതയാണ്. അങ്ങനെ വരുമ്പോൾ വളരെയധികം സമൂഹത്തിൽ പ്രസക്തിയുള്ള ഒരു വിഷയമാണ് ലീഗൽ മെട്രോളജി. തീർച്ചയായും ഒരു ലീഗൽ മെട്രോളജി ഇൻസ്പെക്ടർ എന്ന് പറയുമ്പോൾ തികച്ചും നമുക്ക് അഭിമാനം തോന്നാവുന്ന, കാരണം അത്രയധികം നല്ലൊരു സേവനം ചെയ്യാൻ പറ്റുന്ന ഒരു വിഭാഗമാണ് ലീഗൽ മെട്രോളജി ഓഫീസേഴ്സ്. മൊത്തത്തിൽ ലീഗൽ മെട്രോളജി ഓഫീസേഴ്സ് എന്ന് പറയാം. അത് പല കാറ്റഗറി ഉണ്ട്. ഇൻസ്പെക്ടറിൽ നിന്ന് തുടങ്ങി ഹെഡ് ഓഫ് ഡിപ്പാർട്ട്മെൻറ്റ് വരെ ആകുന്ന തസ്തികകളുണ്ട്. വളരെ കമ്പീറ്റൻ്റ് ആയിട്ടുള്ള ഫിസിക്സ് അല്ലെങ്കിൽ ബിടെക് ബിരുദമുള്ളവരെയാണ് ഇതിലേക്ക് തിരഞ്ഞെടുക്കുന്നത്. കാരണം ഇത്രയും സാങ്കേതികമായിട്ട് വളർന്നു വന്നിട്ടുള്ള ഈ കാലഘട്ടത്തിൽ അത്യാധുനികമായ വളരെയധികം ഉപകരണങ്ങൾ കണ്ടാൽ പോലും അതൊരു മെഷറിംഗ് അല്ലെങ്കിൽ വെയിങ് ആൻഡ് ഇൻസ്ട്രുമെൻ്റ് ആണെന്ന് മനസ്സിലാക്കാൻ പറ്റാത്തധികം സാങ്കേതികതയുള്ള ഉപകരണങ്ങളുണ്ട്. അതൊക്കെ കൈകാര്യം ചെയ്യണമെങ്കിൽ അത്രത്തോളം അടിസ്ഥാനപരമായ ഒരു യോഗ്യത വേണം. അതുകൊണ്ടാണ് ഈ ക്വാളിഫിക്കേഷൻ തന്നെ വച്ചിരിക്കുന്നത്. തികച്ചും ഇത് ഒരു സേവനം, അതോടൊപ്പം നമുക്ക് ചെയ്യുന്ന പ്രവൃത്തിക്ക് നമുക്ക് അഭിമാനം, ആ റിസൾട്ടിൽ നമുക്ക് അഭിമാനം കിട്ടുന്ന ഒരു കാര്യമാണ്. സാറിന്റെ എൻട്രി, സർവീസിലേക്കുള്ള എൻട്രി ആ ഒരു കാലഘട്ടം ഓർത്തെടുക്കാൻ പറ്റിയ? ഞാൻ സർവീസിൽ ഇൻസ്പെക്ടറായിട്ട് കയറുന്നത് 1998 ഞാൻ തിരുവനന്തപുരത്ത് തന്നെയാണ്. കേരളത്തിൽ മുഴുവനാണ് കേരള ലീഗൽ മെട്രോളജിയുടെ പ്രവർത്തന മേഖല, സ്റ്റേറ്റ് വൈഡാണ്. എൻട്രി പോസ്റ്റ് എന്ന് പറയുന്ന ഇൻസ്പെക്ടറാണ്. ഇൻസ്പെക്ടറുടെ ജൂറിസ്ഡിക്ഷനുണ്ട്. അതായത് ഓരോ താലൂക്കിനും ഒരു ഇൻസ്പെക്ടർ എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഘടന. അതായത് താലൂക്കിൻ്റെ ലീഗൽ മെട്രോളജി സംബന്ധിച്ചുള്ള പരമാധികാരി എന്ന് പറയുന്നത് ലീഗൽ മെട്രോളജി ഓഫീസറാണ്, ഇൻസ്പെക്ടറാണ്. അപ്പം വലിയ താലൂക്കുകൾ, ഇപ്പോഴത്തെ ഘടന അനുസരിച്ച് വലിയ താലൂക്കുകളിലെല്ലാം 2 ഇൻസ്പെക്ടർമാരെങ്കിലും ഉണ്ടാവും. കോഴിക്കോട്, തിരുവനന്തപുരം അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ വളരെയധികം ജിയോഗ്രഫിക്കൽ ഏരിയ കൂടുതലായതുകൊണ്ടും ട്രേഡേഴ്സ് കൂടുതലായതുകൊണ്ടും അവിടെ 3-4 ഇൻസ്പെക്ടർമാരൊക്കെ ഉണ്ട്. ഭാവിയിൽ ഇനിയും ആക്ടിവിറ്റീസ് കൂടുന്നതനുസരിച്ച് കൂടുതൽ കാര്യങ്ങൾ ലീഗൽ മെട്രോളജി എടുക്കുന്നത് കാരണം ഇനിയും ഒരുപാട് സാധ്യതകളുണ്ട്. നമുക്ക് സാധാരണ ഒരു പൗരന് അറിയാവുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ കടകളിലെ ത്രാസും വെയിറ്റുകളുമാണ്. അതൊക്കെ ഇപ്പം കുറേ ഡിജിറ്റലൈസ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ആ ത്രാസുകൾ വെരിഫൈ ചെയ്ത് കൊടുക്കുക എന്നുള്ളത് സാധാരണ ഒരു മനുഷ്യന് പോസിബിൾ അല്ല. ലീഗൽ പോസിബിൾ അല്ല. അപ്പോൾ അതിനു വേണ്ടിയുള്ള സ്റ്റാഫ് ഉണ്ടാവണം. അപ്പം ഞാൻ കയറുമ്പോഴത്തേക്ക് വളരെ കുറഞ്ഞ സ്റ്റാഫ് പാറ്റേൺ ആയിരുന്നു. ഇപ്പം വളരെയധികം മാറിയിട്ടുണ്ട്. ഈ വെയ്റ്റ്സ് വെരിഫൈ ചെയ്യുന്നത് നമ്മുടെ ഇൻസ്പെക്ടർ ഓഫീസുകളിൽ ഓരോ ഇൻസ്പെക്ടർ ഓഫീസും ഒരു ലാബാണ്. അതിശയം തോന്നും. കാരണം ലാബ് എന്ന് പറയുന്നത് പ്രവർത്തന സ്റ്റാൻഡേർഡുകൾ അല്ലെങ്കിൽ വർക്കിംഗ് സ്റ്റാൻഡേർഡുകൾ വെച്ചിട്ടുള്ള ലാബുകളാണ്. അത് വളരെയധികം പ്രത്യേക സാഹചര്യത്തിൽ വളരെ സൂക്ഷ്മതയോടെ കൈകൊണ്ട് പോലും സ്പർശിക്കാത്ത വെയ്റ്റ്സ് ഒക്കെ കൈകാര്യം ചെയ്യുന്ന ലാബുകളാണ് ഓരോ ഇൻസ്പെക്ടർക്കും ഉള്ളത്. ആ ഉപകരണങ്ങൾ ആ വെയ്റ്റുമായിട്ട് കമ്പയർ ചെയ്താണ് നമ്മുടെ ട്രേഡേഴ്സിന് മുമ്പെയുള്ള വെയ്റ്റുകൾ കറക്റ്റാക്കി മുദ്ര ചെയ്ത് കൊടുക്കുന്നത്. അതുപോലെ വെയ്റ്റ്സ് മാത്രമല്ല, മെഷറിംഗ് ഇൻസ്ട്രുമെൻറ്റ്സ് ഉണ്ട്. അത് പലതരത്തിലുള്ളതുണ്ട്. കപ്പാസിറ്റി മെഷേഴ്സ് ഉണ്ട്, ഫ്യൂൽ ഡിസ്പെൻസേഴ്സ് ഉണ്ട്, വെഹിക്കിൾ ടാങ്ക്സ് ഉണ്ട്, ടാക്സി മീറ്റർ അല്ലെങ്കിൽ ഓട്ടോറിക്ഷ ഫെയർ മീറ്റർ, അങ്ങനെ
പലതരത്തിലുള്ള ഉപകരണങ്ങൾ ഈ ലീഗൽ മെട്രോളജി സർട്ടിഫൈ ചെയ്താൽ മാത്രമേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ഈ സർട്ടിഫൈ ചെയ്യുന്നതോടുകൂടി ഒരു അഷുറൻസ് ആണ്, അതായത് ഇതിൻ്റെ കൃത്യത, ഇത് എത്രത്തോളം ഉറപ്പായിട്ടും സാർ പറഞ്ഞതെന്ന് മനസ്സിലായത് പോസ്റ്റിന്റെ എണ്ണം അല്ലേ? അതെ. സാധാരണ എല്ലാ സർക്കാർ വകുപ്പുകളിലും മിക്കവാറും പോസ്റ്റുകളുടെ എണ്ണം അങ്ങോട്ടും ഇങ്ങോട്ടും ചുരുങ്ങി വരുന്ന സാഹചര്യമുള്ളത്. അപ്പോൾ നമുക്ക് ലീഗൽ മെട്രോളജി എന്ന് പറയുമ്പോൾ ഉറപ്പായിട്ടും കൂടുതൽ അവസരങ്ങൾ വരാനുള്ള സാധ്യത, കാരണം അതുപോലെ തന്നെ നമുക്ക് സാറേ നമുക്കിപ്പോൾ ലീഗൽ മെട്രോളജിയുടെ ഇൻസ്പെക്ടിംഗ് അസിസ്റ്റന്റിന്റെ നോട്ടിഫിക്കേഷൻ യെസ് വന്നിട്ടുണ്ട്. അതെ അതും വിളിച്ചിട്ടുണ്ട്. അപ്പോൾ അതിന്റെ ചുമതലകൾ കൂടി സാറൊന്ന് പറഞ്ഞു യെസ് തരുവാണെങ്കിൽ കാരണം എന്ന് പറഞ്ഞാൽ ഇൻസ്പെക്ടർക്ക് ഒത്തിരി ജോലിയുണ്ട്. കാരണം എല്ലാത്തിനും ആൻസർ ചെയ്യേണ്ട ഓഫീസർ എന്ന് പറയുന്ന ലീഗൽ മെട്രോളജി ഇൻസ്പെക്ടറാണ്. അദ്ദേഹമാണ് സർട്ടിഫൈ ചെയ്യുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് ഒറ്റയ്ക്ക് ഈ കാര്യങ്ങൾ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അദ്ദേഹത്തിന് ഒരുപാട് രജിസ്റ്ററുകൾ മെയിൻറ്റെയിൻ ചെയ്യണം. വ്യാപാരികളുടെ ലിസ്റ്റ്, സെൻസസ് രജിസ്റ്റർ എന്ന് പറയും, അതുണ്ടാക്കണം. കാരണം അതിൽ കുടിശ്ശികൾ അല്ലെങ്കിൽ ഡിഫോൾട്ടേഴ്സിനെ കണ്ടുപിടിക്കണം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ അദ്ദേഹത്തെ അസിസ്റ്റ് ചെയ്യാനാണ് ലീഗൽ മെട്രോളജി അസിസ്റ്റൻസ് അസിസ്റ്റന്റ്, ഇൻസ്പെക്ടിംഗ് അസിസ്റ്റന്റ് തസ്തിക ഉള്ളത്. അത് എപ്പോഴും ഇൻസ്പെക്ടറുടെ കൂടെ ഉണ്ടാവും. ഇപ്പോൾ വ്യാപാര സ്ഥാപനങ്ങളിൽ ചെല്ലുമ്പോഴത്തേക്ക് ഇപ്പോൾ എന്തെങ്കിലും സാധനങ്ങൾ അല്ലെങ്കിൽ അളവുതൂക്ക ഉപകരണങ്ങളോ അല്ലെങ്കിൽ പാക്കേജ്ഡ് കമ്മോഡിറ്റീസ് റൂൾസും ലീഗൽ മെട്രോളജിയുടെ ഭാഗമായിട്ട് വരുന്നതാണ്. അതായത് വാങ്ങുന്ന ആളിൻ്റെ അഭാവത്തിൽ പാക്ക് ചെയ്ത് വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്ന സാധനങ്ങളുടെ പാക്കറ്റിൻ്റെ പുറത്ത് വിലയുണ്ടാവണം, ക്വാണ്ടിറ്റി ഉണ്ടാവണം, എന്താണ് സാധനം എന്നുണ്ടാവണം, ആരാണ് ഉണ്ടാക്കിയതെന്ന് അറിയണം. ഈ വക കാര്യങ്ങളില്ലെങ്കിൽ ഇതെല്ലാം കുഴപ്പമുള്ള അല്ലെങ്കിൽ നിയമം ലംഘിക്കുന്ന ഉൽപ്പന്നമാണ്. അല്ലെങ്കിൽ വെയിറ്റ് മുദ്ര ചെയ്തിട്ടില്ല, സീൽ ചെയ്തിട്ടില്ല, അതൊരു കുഴപ്പമുള്ള അല്ലെങ്കിൽ നിയമം ലംഘിച്ചിട്ടുള്ള ഉപകരണമാണ്. അപ്പോൾ അത് സ്വാഭാവികമായിട്ടും ആ സാധനങ്ങൾ അവരിൽ നിന്നും പിടിച്ചെടുക്കണം. ആവശ്യമായ നിയമപരമായ റെസീറ്റ് കൊടുത്തിട്ട് പിടിച്ചെടുത്ത് അത് മറ്റു നിയമ നടപടികളെല്ലാം എൻഫോഴ്സ്മെൻറ്റ് ഓഫീസേഴ്സൊക്കെ പറയും പോലെ അത് കോടതി കൊടുക്കുക, അങ്ങനെയുള്ള നടപടി സ്വീകരിക്കണം. അപ്പോൾ അതിനൊക്കെ ഇവർ എസെൻഷ്യലാണ്. നമ്മുടെ ലീഗൽ മെട്രോളജി ഇൻസ്പെക്ടർ എന്ന് പറഞ്ഞാൽ ഒരു യൂണിഫോം പോസ്റ്റാണ്. അപ്പോൾ അതെ. സാധാരണ ഒരു യൂണിഫോം പോസ്റ്റിലേക്ക് വേണ്ടുന്ന നമുക്ക് എന്താണ് ഫിസിക്കൽ ആയിട്ടുള്ള ടെസ്റ്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഹൈറ്റ്, വിഷൻ, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പം അതൊന്നും ഈ പറഞ്ഞ ഈ ഒരു പോസ്റ്റിലേക്ക് ഒരു റിക്വയർമെന്റ് ആയിട്ട് ആദ്യം പറയുന്നില്ല. കാരണം എങ്ങനെയാണ് സാർ, നമ്മൾ കുട്ടികൾ നിരന്തരം ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ചോദ്യമാണ്. അല്ല, അങ്ങനെ ഇപ്പോൾ നിലവിൽ അങ്ങനെ ഒരു നിബന്ധന ഇല്ല. കാരണം ഇൻസ്പെക്ടറായിട്ട് ക്വാളിഫൈ ചെയ്ത് ടെസ്റ്റ് ചെയ്ത് വരുന്ന ആൾക്ക് ഫിസിക്കൽ സ്റ്റാൻഡേർഡ്, ഫിസിക്കൽ റിക്വയർമെൻറ്റ് ഇതുവരെയും ഒരു നിയമത്തിലും നിഷ്കർഷിച്ചിട്ടില്ല. ഇതെല്ലാം ഉണ്ടാക്കുന്നത് ഈ കേരളത്തിലുണ്ടാക്കുന്ന, അതായത് ഇന്ത്യയിൽ മുഴുവൻ ഫോളോ ചെയ്യുന്ന നിയമം എന്ന് പറയുന്നത് ലീഗൽ മെട്രോളജി ആക്ട് 2009 ആണ്. അതായത് ഓൾ ഓവറിൻ്റെ ഒരേ രീതിയിൽ നടപ്പാക്കാൻ വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള സെൻട്രൽ ആക്റ്റാണ്. അതിലെ നിയമങ്ങളാണ് കേരളത്തിലും മറ്റു സംസ്ഥാനങ്ങളിലും നടപ്പിലാക്കുക. അപ്പോൾ അവിടെ അവരൊന്നും പറയാത്തിടത്തോളം കാലം നമുക്കതിനെക്കുറിച്ച് അറിയേണ്ട കാര്യമില്ല. ഉദ്യോഗാർത്ഥികൾക്ക് ആ കാര്യത്തിൽ സമാധാനിക്കാം അതാണ് അല്ലേ? സമാധാനിക്കുന്നത്. അതെ, കാരണം സമാധാനിക്കുക. ഇപ്പോൾ ചിലപ്പോൾ അതിനെക്കുറിച്ച് അക്കാദമിക്കലി അറിയേണ്ട അവർ ഓക്കെ കാര്യമില്ല. ആയിരിക്കാം. കാരണം പക്ഷെ ഈ പറഞ്ഞ പോലെ വരുമ്പോൾ പെൺകുട്ടികൾ നമ്മളെ പെൺകുട്ടികൾക്ക് പെൺകുട്ടികൾ പ്രത്യേകിച്ച് പലപ്പോഴും ഈ അതിന്റെ ഫിസിക്കൽ അതെ, ടെസ്റ്റ് അതെ. ഉണ്ടോ എന്നൊരു ചോദ്യം അതെ, അതെ. ചോദിക്കാറുണ്ട്. അതാണ്. ഇല്ല. പിന്നെ ഈ പറഞ്ഞ ഹൈറ്റ് ഫിഫ്റ്റി അങ്ങനെയൊക്കെ വരുമ്പോൾ ഹൈറ്റ് അതൊന്നുമില്ല. കാരണം പിന്നെ തിരഞ്ഞെടുക്കുമ്പോൾ പറയാത്ത ഒരു വ്യവസ്ഥ തിരഞ്ഞെടുത്തതിന് ശേഷം ഒരിക്കലും അത് നടപ്പിലാക്കാൻ സാധിക്കില്ല. അതൊരു നിയമപരമല്ലല്ലോ. സാർ, അതുപോലെ ഉദ്യോഗാർത്ഥികളുടെ ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ്, അപ്പോൾ ലീഗൽ മെട്രോളജി അസിസ്റ്റന്റിന് വേണ്ടി പഠിക്കുന്ന ഉദ്യോഗാർത്ഥികളുണ്ട്. അപ്പോൾ അവർക്ക് ബൈ പ്രൊമോഷൻ എത്രത്തോളം കാലം കഴിയുമ്പോൾ ഇൻസ്പെക്ടർ പോസ്റ്റിലേക്ക് എത്താൻ കഴിയുമോ? അപ്പോൾ കഴിയുമെങ്കിൽ എത്രത്തോളം കാലം എടുക്കും എന്നുള്ള ചോദ്യം. ഇൻസ്പെക്ടിംഗ് അസിസ്റ്റൻ്റായിട്ട് കയറുന്ന ആൾ സ്വാഭാവികമായിട്ടും ഇൻസ്പെക്ടറുടെ പ്രൊമോഷൻ കോട്ടയും ഇവർക്കും കോട്ടയുണ്ട്. അതായത് 50%, ഇപ്പോഴത്തെ കണ്ടീഷനിൽ 50%. ഒരു 4 പോസ്റ്റ് വന്നു കഴിഞ്ഞാൽ 2 ക്വാളിഫൈഡ് ഇൻസ്പെക്ടിംഗ് അസിസ്റ്റന്റ് ഉണ്ടെങ്കിൽ അവർക്ക് കൊടുക്കണം. ഇൻസ്പെക്ടറായിട്ട് കൊടുക്കും. പിന്നെ തുടർന്നുള്ള പ്രൊമോഷന് ഈ കോട്ടയൊന്നും ബാധകമല്ല. ഒരാൾ ഇൻസ്പെക്ടറായി കഴിഞ്ഞാൽ പിന്നെ അയാൾ എന്ന് ഇൻസ്പെക്ടർ ആവുന്നു അന്ന് തൊട്ടുള്ള സീനിയോറിറ്റി അനുസരിച്ചായിരിക്കും അയാൾക്ക് ഫർദർ പ്രൊമോഷൻ വരുന്നത്. ഇൻസ്പെക്ടിംഗ് അസിസ്റ്റന്റ് ഇൻസ്പെക്ടർ ആവാൻ വേണ്ടിയിട്ട് മാത്രമേ ഈ കോട്ട നിശ്ചയിച്ചിട്ടുള്ളൂ. അത് സാധാരണ ഒരു ഇൻസ്പെക്ടറായിട്ട് കയറുന്ന ആളെ ബാധിക്കുന്നില്ല. കാരണം അയാൾ ആൾറെഡി ഇൻസ്പെക്ടറായി കഴിഞ്ഞു. പിന്നെയാണ് അയാൾ മറ്റേ ഇൻസ്പെക്ടിംഗ് അസിസ്റ്റന്റ് ഇൻസ്പെക്ടറായിട്ട് വരുന്നത്. അതുകൊണ്ട് അത് അവരെ എഫക്റ്റ് ചെയ്യുന്നില്ല. അല്ല, ഞാൻ ഇത് കണ്ടു. ഇപ്പൊ ഇൻസ്പെക്ടിംഗ് അസിസ്റ്റന്റ് ആയിട്ട് കയറിയ ഒരാള്, അയാൾ തന്നെ ഇപ്പൊ ചിലപ്പോൾ
നമുക്കൊരു ഹയർ സെക്കൻഡറി ക്വാളിഫിക്കേഷൻ വെച്ചിട്ട് എക്സാം എഴുതി കയറി. അപ്പോൾ അവരിൽ തന്നെ ചിലപ്പോൾ ഈ ഡിഗ്രി കാണും അവർക്ക്, അല്ലെങ്കിൽ ഒരു ബിടെക് ബാക്ക്ഗ്രൗണ്ടോ അല്ലെങ്കിൽ ഒരു ഫിസിക്സ് ബാക്ക്ഗ്രൗണ്ടോ കാണും. അങ്ങനെയുള്ളവർക്കാണെങ്കിൽ വളരെ ചുരുങ്ങിയ കാലത്തിനുള്ളിൽ തന്നെ ആ ഒരു പ്രൊമോഷൻ സാധ്യതയുണ്ട് എന്ന രീതിയിൽ ഇവിടെ കണ്ടു. അതാ ഞാൻ ചോദിച്ചത്. അതെ, 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 അതെ. അത് പറയാൻ വിട്ടുപോയ കാര്യമാണ്. അതായത് അവരുടെ ഒരു ബേസിക് ക്വാളിഫിക്കേഷൻ ഒരു +2 പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും അവർക്ക് ഇൻസ്പെക്ടർ ആവണമെങ്കിൽ ഇൻസ്പെക്ടർ ആവാനുള്ള വിദ്യാഭ്യാസ യോഗ്യത വേണം. അതായത് ബിടെക് അല്ലെങ്കിൽ ഫിസിക്സ് വിഷയമായിട്ടുള്ള ഒരു ഡിഗ്രിയോ അതുണ്ടാവണം. അതുണ്ടെങ്കിൽ മാത്രമേ കിട്ടുള്ളൂ. അതുകൊണ്ടാണ് ഈ കോട്ട നിശ്ചയിച്ചിരിക്കുന്നത്. അതിനോടൊപ്പം സാർ നമ്മുടെ ഡിപ്ലോമ, എഞ്ചിനീയറിംഗ് ഡിപ്ലോമ ഈവനിങ് ഒക്കെ ചെയ്തിട്ട് 3 വർഷം 3 എക്സ്പീരിയൻസ് വർഷത്തെ എക്സ്പീരിയൻസും ഉണ്ടെങ്കിലും വിത്ത് അവർക്ക് ഡിപ്ലോമയോട് കൂടി പ്രൊമോഷൻ നേടാവുന്ന ഒരു സാഹചര്യം കൂടെ ഇപ്പൊ അവര് നമുക്ക് ആഡ് ആക്കിയിട്ടുണ്ട്. അതായത് പോളി ഉണ്ട്, ഉണ്ട്. ഡിപ്ലോമ ഉള്ള കുട്ടികൾക്കല്ലേ? ഉണ്ട്, ഉണ്ട്, ഉണ്ട്. അതിപ്പം ഒത്തിരി പഠിക്കാൻ താല്പര്യമുള്ള വളരെ മിടുക്കരായ വളരെയധികം ഇൻസ്പെക്ടിംഗ് അസിസ്റ്റന്റുമാർ സൈമൾട്ടേനിയസ് ആയിട്ട് അവർ ഈവനിങ് കോളേജിലൊക്കെ പോയി ഡിപ്ലോമ എടുത്തിട്ട് ഇൻസ്പെക്ടറായ എൻ്റെ കൂടെ തന്നെ വർക്ക് ചെയ്ത പലരും ഇപ്പോൾ ഇൻസ്പെക്ടറായിട്ടും അടുത്ത പ്രൊമോഷനൊക്കെ കിട്ടിയിരിക്കുന്ന ആൾക്കാരെ എനിക്ക് ഒരുപാട് പേരെ അറിയാം. സാർ അതേപോലെ നമുക്ക് പല ഡിപ്പാർട്ട്മെന്റുകളിലും നമുക്ക് ഈ ഒരു കേഡറിൽ കയറുന്ന ആൾക്കാർ നമ്മളൊരു അഡീഷണൽ ഡയറക്ടർ ലെവലിലേക്ക് എത്തി നിന്ന് പോകുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ നമ്മുടെ കുട്ടികൾക്ക് ഇൻസ്പെക്ടറായിട്ട് കയറുന്ന കുട്ടികൾക്ക് ഇപ്പോൾ കിട്ടുന്ന ആ ഒരു പ്രൊമോഷൻ സാധ്യത, അല്ലെങ്കിൽ മാക്സിമം അവർക്ക് എത്രത്തോളം എത്താൻ പറ്റും, എത്രത്തോളം ലെവൽ എത്താൻ പറ്റും എന്നുള്ള കാര്യം ഒന്ന് വ്യക്തമാക്കാം. ഇപ്പോൾ ഇൻസ്പെക്ടറായിട്ട് കയറുന്ന ഒരാൾക്ക് ഇത് നോൺ ഗസറ്റഡ് പോസ്റ്റാണ് ഇൻസ്പെക്ടർ പോസ്റ്റ്. അടുത്ത പ്രൊമോഷൻ എന്ന് പറയുന്നത് ഗസറ്റഡ് പോസ്റ്റാണ്. ആദ്യത്തെ ഗസറ്റ് പോസ്റ്റാണ്. അത് എല്ലാ ജില്ലാ ആസ്ഥാനങ്ങളിലും കുറഞ്ഞത് ഒരു പോസ്റ്റെങ്കിലും ഉണ്ട്. കുറഞ്ഞത് ഒരു പോസ്റ്റ്. ഇപ്പം മിനിമം 14 ഇപ്പോൾ തന്നെ ഉണ്ട്. അത് കൂടാതെ ആവശ്യമുള്ള സ്ഥലങ്ങളിൽ ഇപ്പം തിരുവനന്തപുരം, എറണാകുളം, കോഴിക്കോട് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ മറ്റേതെങ്കിലും വർക്ക് ചെയ്യുന്നതിന് വേണ്ടി പ്രത്യേകം അസിസ്റ്റന്റ് കൺട്രോളർ എന്ന് പറഞ്ഞിട്ട് ഒരു പോസ്റ്റ് കൂടെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ആക്ടിവിറ്റീസ് കൂടുന്നതനുസരിച്ച് നേരത്തെ പറഞ്ഞതുപോലെ സാധ്യതകളുണ്ട്. കാരണം പണ്ട് ഞാൻ സർവീസിൽ കയറുന്ന സമയത്തുണ്ടായിരുന്ന ആക്ടിവിറ്റീസ് അല്ല ഇപ്പോഴുള്ളത്. വളരെയധികം വിപുലീകരിച്ചിട്ടുണ്ട്. പുതിയ പുതിയ എക്യുപ്മെൻറ്റ്സ്, പുതിയ പുതിയ മേഖലകൾ. ഇപ്പം ഉദാഹരണമായിട്ട് നമുക്ക് സാധാരണക്കാർക്ക് ശ്രദ്ധിക്കാത്തൊരു കാര്യമാണ് ക്ലിനിക്കൽ തെർമോമീറ്റർ. നമ്മുടെ ടെമ്പറേച്ചർ നോക്കുന്ന ക്ലിനിക്കൽ തെർമോമീറ്റർ, ഡൊമസ്റ്റിക് വാട്ടർ മീറ്റർ, ഇതൊക്കെയും ലീഗൽ മെട്രോളജി സർട്ടിഫൈ ചെയ്യേണ്ട ഉപകരണങ്ങളാണ്. മനസ്സിലായില്ലേ? ഇതൊക്കെ ചെയ്യണമെങ്കിൽ എറണാകുളത്ത് തന്നെ പിന്നെ ടാക്സി മീറ്ററിനും അതുപോലെ തന്നെ ഈ ക്ലിനിക്കൽ തെർമോമീറ്റർ, ഡൊമസ്റ്റിക് വാട്ടർ മീറ്റർ ഇതൊക്കെ ചെയ്യുന്നതിന് പ്രത്യേക വിങ്ങുകളുണ്ട്. അത് എത്രത്തോളം ഫുൾ സ്വിങ്ങിലായി എന്നുള്ളത് പറയാൻ പറ്റില്ല. ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും പോസ്റ്റുകളുടെ എണ്ണം വർദ്ധിക്കും എന്നുള്ളത് തന്നെയാണ്. തീർച്ചയായും വർദ്ധിക്കും. അപ്പോൾ സാർ നമുക്ക് അടുത്ത് നമുക്കൊരു ജില്ലാ തലത്തിലുള്ള ഉദ്യോഗസ്ഥനായിട്ട് നമ്മളൊരു അസിസ്റ്റന്റ് ഡയറക്ടർ എന്നുള്ള ഒരു ലെവലിലേക്ക് വരുന്നു. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ജില്ലാ തലത്തിലുള്ള ഉദ്യോഗസ്ഥൻ എന്ന് പറയുന്നത് ഡെപ്യൂട്ടി കൺട്രോളറാണ്. അതായത് ഇൻസ്പെക്ടർ കഴിഞ്ഞ് അസിസ്റ്റന്റ് കൺട്രോളർ. അസിസ്റ്റന്റ് കൺട്രോളർ എന്ന് പറയുമ്പോൾ ആദ്യത്തെ ഗസറ്റ് പോസ്റ്റാണ്. അദ്ദേഹത്തിൻ്റെ ജില്ലയുടെ ചുമതല അല്ല, ആ ഹെഡ് ക്വാർട്ടേഴ്സ് അല്ലെങ്കിൽ ജില്ലാ ആസ്ഥാനം കേന്ദ്രീകരിച്ചുള്ള ആക്ടിവിറ്റീസ്, പ്രധാനമായിട്ടും ഓട്ടോറിക്ഷ വെരിഫിക്കേഷനാണ് അസിസ്റ്റന്റ് കൺട്രോളർമാർ ചെയ്യുന്നത്. അവരെ എല്ലാം കൺട്രോൾ ചെയ്യുന്നത് അല്ലെങ്കിൽ അവരെല്ലാം റിപ്പോർട്ട് ചെയ്യേണ്ടത് ഡെപ്യൂട്ടി കൺട്രോളർ എന്ന ജില്ലാതല ഓഫീസറാണ്. ഇപ്പോൾ തന്നെ 2 ഡെപ്യൂട്ടി കൺട്രോളർമാരുണ്ട്. ഒന്ന് ഡെപ്യൂട്ടി കൺട്രോളർ ജനറൽ. അദ്ദേഹം ബാക്കി വെരിഫിക്കേഷൻ, ഇൻസ്പെക്ഷൻ എല്ലാം നടത്തുന്നതിനോടൊപ്പം തന്നെ മറ്റു അഡ്മിനിസ്ട്രേറ്റീവ് കാര്യങ്ങളും നോക്കും. അതോടൊപ്പം ഫ്ലൈയിങ് സ്ക്വാഡ് ഡെപ്യൂട്ടി കൺട്രോളറാണ്. അദ്ദേഹത്തിൻ്റെ ജോലി പ്രധാനമായിട്ടും ഈ വെരിഫിക്കേഷനുണ്ട്. അതിനോടൊപ്പം തന്നെ സർപ്രൈസ് ഇൻസ്പെക്ഷനാണ്. ജില്ല മുഴുവൻ ഏത് സമയത്തും പരാതി കിട്ടിയാലും ഇല്ലെങ്കിലും പരിശോധന നടത്തുക. അതാണ് അദ്ദേഹത്തിൻ്റെ ചുമതല. പിന്നെ എറണാകുളത്ത് ഒരു ഡെപ്യൂട്ടി കൺട്രോളറുണ്ട്. അദ്ദേഹത്തിൻ്റെ ചുമതല എന്ന് പറയുന്ന ഫാക്ടറികൾ, മാനുഫാക്ചറിങ് പ്രിമിസസ് കൂടുതലുള്ള സ്ഥലങ്ങളിൽ നെറ്റ് കണ്ടന്റ് വെരിഫിക്കേഷൻ എന്ന് പറയും. അതായത് ഫാക്ടറികളിൽ നിന്ന് പുറത്തിറങ്ങുന്ന പ്രോഡക്റ്റിൽ, പാക്കറ്റിൽ ഒരു ആട്ട ഉണ്ടാക്കി വിൽക്കുകയെന്നിരിക്കുക. ആ ആട്ടയ്ക്ക് 1 കിലോ, ആ 1 കിലോ ഉണ്ടോ എന്ന് നോക്കണം. കാരണം അത് ചെയ്യാൻ വേണ്ടി റാൻഡമായിട്ട് പരിശോധന നടത്തി അതിന് കുഴപ്പമുണ്ടെങ്കിൽ ആ സാധനങ്ങൾ തടഞ്ഞു വെച്ചിട്ട് കറക്റ്റ് ചെയ്യിക്കാനുള്ള ഒരു മെഷർ എടുക്കാൻ വേണ്ടിയുള്ള സംവിധാനമാണ്. അതും ഒരു പരിധി വെച്ചിട്ടുണ്ട്. അതിനപ്പുറം വ്യത്യാസവും കുറവൊക്കെ വരികയാണെങ്കിൽ അവർക്കും ദേ ആർ ലയബിൾ ടു പേ പെനാൽറ്റി ഓർ ഫേസ് പ്രോസിക്യൂഷൻ. അങ്ങനെയുണ്ട്. അപ്പോൾ അതനുസരിച്ച് ആക്ടിവിറ്റീസ് കൂടുമ്പോൾ എന്തായാലും പോസ്റ്റുകൾ ഇനിയും ഉണ്ടായിക്കൊണ്ട് തന്നെ ഇരിക്കും. നമ്മളിപ്പോൾ നിലവിൽ അസിസ്റ്റന്റ് ഡയറക്ടർ പോസ്റ്റിലേക്ക് എത്തി, DD പോസ്റ്റിലേക്ക് എത്തി, അല്ലേ സാർ, ഡെപ്യൂട്ടി കൺട്രോളർ. അപ്പോൾ അടുത്ത സ്റ്റെപ്പ് എന്താണ് കുട്ടികളുടെ അടുത്ത പ്രൊമോഷൻ സാധ്യത? ഡെപ്യൂട്ടി കൺട്രോളർ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ, ജില്ലാ തലത്തിലെ ഉദ്യോഗസ്ഥരാണ്. അത് കഴിയുമ്പോൾ റീജിയനാണ്. ഇപ്പോൾ എറണാകുളം റീജിയൻ, തിരുവനന്തപുരം റീജിയൻ, അങ്ങനെ എല്ലാ കോഴിക്കോട് മേഖല, അവിടെ എല്ലാം
ഡെപ്യൂട്ടി കഴിഞ്ഞിട്ട് അടുത്ത് ജോയിൻറ്റ് കൺട്രോളർ എന്നൊരു പോസ്റ്റുണ്ട്. നല്ലൊരു പോസ്റ്റാണത്. അദ്ദേഹത്തിൻ്റെ കീഴിലുള്ള ഡെപ്യൂട്ടി കൺട്രോളർമാർ, അസിസ്റ്റന്റ് കൺട്രോളർമാർ, ഇൻസ്പെക്ടർമാരെല്ലാം അദ്ദേഹത്തിൻ്റെ കീഴിൽ വരുന്നതാണ്. അദ്ദേഹമാണ് ഈ കാര്യങ്ങളെല്ലാം നിയന്ത്രിക്കുന്നതും ഈ ഇൻസ്പെക്ടേഴ്സും അസിസ്റ്റന്റ് കൺട്രോളേഴ്സും ഡെപ്യൂട്ടി കൺട്രോളർമാരെല്ലാം അവരുടെ പ്രവർത്തനത്തിൻ്റെ പ്രോഗ്രസ് റിപ്പോർട്ട് ചെയ്യേണ്ടതും പ്രോഗ്രസ് വാച്ച് ചെയ്യുന്നതും ഈ ജോയിൻറ്റ് കൺട്രോളേഴ്സാണ്. ഈ ജോയിൻറ്റ് കൺട്രോളേഴ്സിൻ്റെ മുകളിലായിട്ട് ഇപ്പോൾ അഡീഷണൽ കൺട്രോളർ എന്ന് പറഞ്ഞിട്ട് പോസ്റ്റുണ്ട്. അഡീഷണൽ കൺട്രോളർ എന്ന് പറഞ്ഞാൽ ഈക്വൽ ടു ഹെഡ് ഓഫ് ഡിപ്പാർട്ട്മെൻറ്റ്. ഈ അഡീഷണൽ കൺട്രോളർ ഇപ്പോൾ കുറവാണ്, ഒരെണ്ണേ ഉള്ളൂ. പക്ഷേ ഇനിയും കൂടും. അതുപോലെ അഡീഷണൽ കൺട്രോളർ കഴിഞ്ഞാൽ പിന്നെ കൺട്രോളർ. കൺട്രോളർ എന്ന് പറയുന്നത് ഹെഡ് ഓഫ് ഡിപ്പാർട്ട്മെൻ്റ് ആണ്. എപ്പോഴും ഗവൺമെൻറ്റുമായിട്ട് ഇൻറ്ററാക്ട് ചെയ്ത് ലീഗൽ മെട്രോളജിയെക്കുറിച്ച് ഗവൺമെൻറ്റിന് ഡയറക്റ്റ് ആൻസർ ചെയ്യേണ്ട ഹെഡ് ഓഫ് ഡിപ്പാർട്ട്മെൻ്റ് ആണ്. ഇപ്പോൾ അടുത്ത കാലം വരെ അത് IAS അല്ലെങ്കിൽ IPS ആയിരുന്നു. അതിനു മുമ്പ് ഡിപ്പാർട്ട്മെൻ്റ് ആയിരുന്നു. അപ്പോൾ അത് വീണ്ടും ഡിപ്പാർട്ട്മെൻറ്റ് ആളുകളായിട്ടുണ്ട്. ഞാൻ റിട്ടയർ ചെയ്യുന്ന സമയത്ത് IPS ആയിരുന്നു. അതിനുശേഷം IAS ആയിരുന്നു. ഇപ്പോൾ റീസെൻ്റായിട്ട് അത് ഡിപ്പാർട്ട്മെൻറ്റിൽ തന്നെ എൻ്റെ ഒരു സീനിയർ ഓഫീസറാണ് ഇപ്പോഴത്തെ അവിടുത്തെ കൺട്രോളർ. അപ്പോൾ അത് നമുക്ക് കിട്ടുന്ന ഒരു ഏറ്റവും ബിഗ്ഗസ്റ്റ് നല്ല ഓപ്പർച്യൂണിറ്റിയാണ്. ഓപ്പർച്യൂണിറ്റിയാണ്. അത് നല്ല ഇതാണ്. കാരണം ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാലേ, നമുക്ക് സമാന പോസ്റ്റുകളിൽ എവിടെ ഇരുന്നാലും നമുക്ക് ശമ്പളം കിട്ടും. പക്ഷേ നമുക്കതിനൊരു അഭിമാനം തോന്നുന്ന ജോലിയാണ്. കാരണം എന്ന് പറഞ്ഞാലേ, നമ്മൾ ചെയ്യുന്നതിനൊരു വാല്യൂ ഉണ്ട്. മനസ്സിലായില്ലേ? കാരണം നമ്മൾ എന്താണ് ചെയ്യുന്നത്? പ്രധാനമായിട്ട് കൺസ്യൂമർ പ്രൊട്ടക്ഷനാണ്. അത് സാധാരണ കൺസ്യൂമേഴ്സിന് മറ്റുള്ളതെല്ലാം പരാതിപ്പെടാൻ പറ്റും. ഇത് അവർക്ക് ആക്സസിബിൾ അതെ, അതെ, അല്ലാത്ത അതെ. ഒരു ചെറിയ മൈന്യൂട്ട് വാല്യൂ പോലും അവരുടെ വലിയൊരു സാമ്പത്തിക നഷ്ടത്തിൽ നയിക്കും. ഇവിടെ നമുക്ക് കൃത്യമായിട്ട് ഇടപെടാൻ അതാണ് പറ്റുന്നു എന്നുള്ളതാണ്. അതെ, അതെ. ഒരു 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 ട്രാൻസാക്ഷനിൽ നടക്കുന്ന 1 ഗ്രാം എന്ന് പറയുന്നത്, അത് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് എത്രയോ ഹ്യൂജ് എമൗണ്ടാണ് ലോസ് സമൂഹത്തിലുണ്ടാകുന്നത്. അപ്പോൾ അതെല്ലാം കണ്ടുപിടിച്ച് റെക്ടിഫൈ ചെയ്യാനാണ് ലീഗൽ മെട്രോളജി പ്രവർത്തിക്കുന്നത്. അത്തരത്തിൽ നോക്കുമ്പോഴത്തേക്കും നമുക്ക് തോന്നുന്നു സമൂഹം ശരിക്കും തിരിച്ചറിയാത്ത തരത്തിലുള്ള വലിയൊരു ഇമ്പാക്റ്റ് അതെ, അതെ. ഉണ്ടാക്കാൻ. ഇപ്പോൾ ഒരു എക്സാമ്പിൾ, ഞാനൊരു വാട്ടർ ബോട്ടിൽ വാങ്ങിച്ചു. അപ്പോഴത്തേക്ക് അപ്പോൾ ഇന്നലെ വാങ്ങിച്ചു 20 രൂപയായിരുന്നു. ഇന്ന് ഒരു കടയിൽ നിന്ന് വാങ്ങിച്ചപ്പോഴത്തേക്ക് 25 രൂപ. അയാൾ പറഞ്ഞു തണുപ്പിക്കുന്നതിന് 5 രൂപയാണെന്ന്. പക്ഷേ അത് ശരിയല്ലല്ലോ. ഇന്നലെയും തണുത്താണല്ലോ വാങ്ങിച്ചത്. അപ്പോൾ നമ്മൾ വിചാരിക്കും ഇതെന്താ ചെയ്യുക? കുഴപ്പമില്ല, ഇനി വേറെ എവിടെന്നേ വാങ്ങിക്കാം. അല്ല വിചാരിക്കും ആരെടുത്ത് പരാതി പറയണം. ചിലപ്പോൾ പെട്ടെന്ന് ആ മൊമെൻറ്റിൽ നമുക്കൊരു വാശിയുണ്ടാവും. അപ്പോൾ നമ്മൾ ആലോചിക്കും ഇതാരാ പോലീസിൻ്റെ അടുത്ത് പറയാമെന്ന് വിചാരിക്കും. പോലീസിൻ്റെ അടുത്ത് പോയി. അപ്പോൾ അവർ പറയും അത് ഞങ്ങളല്ല നോക്കേണ്ടത്, അതിന് ലീഗൽ മെട്രോളജി. ലീഗൽ മെട്രോളജി എന്നൊരു വകുപ്പുണ്ട്. അത്ര അറിഞ്ഞൂടാത്ത ആൾക്കാർ ഇപ്പോഴും ഉണ്ടെന്നുള്ളത് സത്യമാണ്. മനസ്സിലായില്ലേ? ആവശ്യം വരുമ്പോഴാണ് നമ്മൾ അറിയുക. അപ്പോൾ നമ്മുടെ ഒരു കൺസ്യൂമറിൻ്റെ ഡ്യൂട്ടിയാണ് അപ്രോപ്രിയേറ്റ് അതോറിറ്റിയുടെ അടുത്ത് ഈ പ്രശ്നങ്ങൾ അവതരിപ്പിക്കുക എന്നുള്ളത്. അപ്പോൾ അങ്ങനെ ഒരു പരാതി വന്നു, നമ്മൾ പരിശോധിച്ച് അതിന് ഇത് നടപടി എടുത്തു കഴിയുമ്പോൾ കൺസ്യൂമർ സാറ്റിസ്ഫൈ ചെയ്യും. ആ സാറ്റിസ്ഫാക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മളിലെത്തും. അപ്പോൾ നമ്മൾ ചെയ്ത കാര്യത്തിന് ഒരു വാല്യൂ ഉണ്ടായി. ആ ഒരു സാറ്റിസ്ഫാക്ഷൻ എല്ലാ ജോലിക്കും ഉണ്ടാവണമെന്നില്ല. ശമ്പളം എല്ലാ ജോലിക്കും കിട്ടും. പിന്നെ ലീഗൽ മെട്രോളജിയെ സംബന്ധിച്ചിടത്തോളം ഈ എൻഫോഴ്സ്മെൻറ്റ് ഓഫീസേഴ്സ് എന്നാണ് പറയുന്നത്. കാരണം എൻഫോഴ്സ്മെൻറ്റ് ലോസ് നടപ്പിലാക്കുന്നവർ എന്നുള്ള നിലയ്ക്ക് അവർക്ക് കേരളത്തിൽ മാത്രം ഒതുങ്ങി നിന്ന് ചെയ്യേണ്ട കാര്യമില്ല. ഒത്തിരിയധികം നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ഓൾ ഓവർ ഇന്ത്യ ഉണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലീഗൽ മെട്രോളജി. ഒരു ഇൻസ്പെക്ടറായിട്ട് ജോലിയിൽ ചുമതലയെടുത്തു കഴിഞ്ഞാൽ അയാൾ കമ്പൽസറി ആയിട്ട് 4 മാസം ട്രെയിനിങ് എടുത്തിരിക്കണം. റാഞ്ചിയിലാണത്. അവിടുത്തെ ട്രെയിനിങ് പാസ്സായാൽ മാത്രമേ അയാൾക്ക് അടുത്ത പ്രൊമോഷനും ഇൻക്രിമെൻറ്റും കാര്യങ്ങളൊക്കെ കിട്ടുള്ളൂ. അപ്പോൾ ആ 4 മാസത്തെ ട്രെയിനിങ്ങിൽ 1 മാസം ഓൾ ഇന്ത്യ ടൂറാണ്. ഇൻഡസ്ട്രിയൽ വിസിറ്റ് എന്ന് പറയും. പോകുന്നത് വലിയ മൾട്ടിനാഷണൽ മാനുഫാക്ചറിങ് യൂണിറ്റുകൾ, സ്ഥാപനങ്ങൾ. ഇപ്പോൾ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ മിൻറ്റ്, അതായത് നമ്മുടെ കോയിനൊക്കെ ഉണ്ടാക്കുന്ന മിൻറ്റിലേക്ക് സാധാരണ ഒരാൾക്കും പോകാൻ പറ്റില്ല. എത്ര പെർമിഷൻ എടുത്താലും പോകാൻ പറ്റില്ല. പക്ഷേ ലീഗൽ മെട്രോളജിക്ക് അതിൻ്റേതായ ഒരു പ്രാധാന്യം അവിടെയുണ്ട്. നമുക്കൊന്നും സാധാരണക്കാരന് പോയി കാണാൻ പോലും പറ്റാത്ത സ്ഥാപനമാണത്. അപ്പോൾ അതൊക്കെ ഈ അവരുടെ ട്രെയിനിങ്ങിൻ്റെ ഭാഗമായിട്ട് വിസിറ്റ് ചെയ്യുന്ന ഓപ്പർച്യൂണിറ്റീസാണ്. സാർ അതുപോലെ നമുക്ക് സ്ട്രേറ്റ് ഓഫീസേഴ്സിന് ഒരുപാട് പ്രഷർ നേരിടുന്ന ഒരു ജോലിയാണ് ഞാൻ കേട്ടിട്ടുണ്ട്. അത്തരത്തിൽ സാറിന് സർവീസിൽ എന്തെങ്കിലും പ്രഷർ നേരിടാനോ അല്ലെങ്കിൽ ചലഞ്ചിങ് ആയ സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ടോ? തീർച്ചയായും അതൊരു റെലവൻ്റ് ആയിട്ടുള്ള ചോദ്യമാണ്. കാരണം ഈ നമ്മൾ ഇടപെടുന്ന അല്ലെങ്കിൽ കൈകാര്യം ചെയ്യുന്നത് കുറ്റം കണ്ടുപിടിക്കുന്ന ആളുടെ പ്രിമിസസിൽ പോയിട്ട് അവരുടെ തൊണ്ടി സാധനങ്ങൾ സീസ് ചെയ്യുക, അല്ലെങ്കിൽ അവരെ പ്രോസിക്യൂട്ട് ചെയ്യുക. ഇതൊക്കെ ശരിക്കും അയാളെ സംബന്ധിച്ചിടത്തോളം
മനസ്സിന് വിഷമം ഉണ്ടാകുന്നതും അതിനനുസരിച്ചുള്ള പ്രതികരണങ്ങൾ ഉണ്ടാകാനും സാധ്യതയുണ്ട്. പക്ഷെ നമ്മളതൊരു അപ്രോച്ച് ചെയ്യുന്ന രീതി അനുസരിച്ചിരിക്കും. നമ്മൾക്ക് അധികാരമുണ്ട്, ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ജോലിയാണ്, വളരെയധികം അധികാരമുണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ചെന്ന് ആരടുത്തും അധികാരം കാണിക്കാൻ, ഓവർ അധികാരം കാണിക്കാൻ പോകാതെ ന്യായമായിട്ട് നമ്മുടെ കാര്യങ്ങൾ നിയമപരമായിട്ടാണ്, അവരെ ഉപദ്രവിക്കാനല്ല പോയത് എന്ന് പറഞ്ഞ് അവരെ ബോധ്യപ്പെടുത്താൻ നമുക്ക് ഒരു ക്ഷമയുണ്ടായാൽ തീർച്ചയായും അങ്ങനെയുള്ള ആക്രമണമൊന്നും ഉണ്ടാവില്ല. കാരണം ഞാൻ ഇത്രയും വർഷം ഫീൽഡിൽ നല്ല രീതിയിൽ വർക്ക് ചെയ്യുകയും ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും അങ്ങനെ ഒരു ചലഞ്ച് ഉണ്ടായിട്ടില്ല. ഉപദ്രവം എനിക്കുണ്ടായിട്ടില്ല. കാരണം ഞാനങ്ങനെ ഒരു ഹറാസ് ചെയ്യുന്ന രീതിയിൽ പ്രവർത്തിച്ചിട്ടില്ല. എന്ന് പറഞ്ഞിട്ട് കുറ്റക്കാരെ വിടുകയില്ല. ചെറുതായാലും വലുതായാലും അവരെ നിയമത്തിൻ്റെ കീഴിൽ തീർച്ചയായും കൊണ്ടുവന്നിരുന്നു. അതിൽ ഡിപ്പാർട്ട്മെൻറ്റ് വളരെയധികം അപ്രീഷിയേറ്റ് ചെയ്തിട്ടുമുണ്ട്. പക്ഷെ ആൾക്കാരും അങ്ങനെ ചെയ്തത് ദ്രോഹമാണ്, അല്ലെങ്കിൽ അവരെ ഉപദ്രവിക്കാൻ പോയതാണെന്നുള്ളൊരു ഫീലിംഗ് ഇല്ല. കാരണം നമുക്ക് കേസെടുക്കണം, ഇത്ര കേസ് പിടിക്കണം എന്നൊക്കെ ടാർഗറ്റ് സ്വാഭാവികമായിട്ടും വരാറുണ്ട്. എന്ന് പറഞ്ഞിട്ട് ടാർഗറ്റ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇല്ലാത്ത കുറ്റം കണ്ടെത്താനോ അല്ലെങ്കിൽ വെറുതെ ഒരാളെ ഹറാസ് ചെയ്യാനോ പോകേണ്ട ആവശ്യം ഇന്നുവരെയും വന്നിട്ടില്ല. അത് എല്ലാവർക്കും ഫോളോ ചെയ്യാവുന്നതാണ്. പുതുതായിട്ട് കയറുന്ന ഇൻസ്പെക്ടർ നിയമം കർശനമായിട്ട് നടപ്പാക്കുകയും വേണം. പക്ഷേ അത് ചെയ്യുന്ന കാര്യങ്ങൾ ജനത്തിന് വേണ്ടിയാണെന്നുള്ള ജനത്തിനും ബോധ്യമാവണം. അറ്റ്ലീസ്റ്റ് ഒരു പക്ഷെ അറിയാതെ ചെയ്ത ഒരാളിന് ബോധ്യമാവണം. ആയിരിക്കും. എല്ലാവരും അറിഞ്ഞും കൊണ്ട് ചെയ്യണമെന്നില്ലല്ലോ. ഈ ഒഫൻഡേഴ്സിൽ ഈ നിയമം ലംഘിക്കുന്നത് എല്ലാവരും 100 പേരും അറിഞ്ഞും കൊണ്ട് ചെയ്യുന്നതല്ല. 10 പേരുണ്ടാവും അറിഞ്ഞും കൊണ്ട് ചെയ്യുന്നത്. അതായത് ബോൺ ഒഫൻഡേഴ്സ് ഉണ്ട്. ജന്മനാൽ കുറ്റം ചെയ്യുന്നവരാണ്. അവരെത്രയൊക്കെ എന്തൊക്കെ വന്നാലും അവർ ചെയ്യുന്നവരാണ്. സാർ അതുപോലെ നമ്മുടെ ഒരു നല്ലൊരു ലീഗൽ മെട്രോളജി ഇൻസ്പെക്ടർ ആകാൻ ഒരു ഉദ്യോഗാർത്ഥി ആഗ്രഹിക്കുകയാണെന്നുണ്ടെങ്കിൽ അയാൾക്ക് കൃത്യമായിട്ട് ഉണ്ടായിരിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു 5 ഗുണം പറഞ്ഞാൽ സാർ. ഇൻസ്പെക്ടർ ആയിക്കഴിഞ്ഞാൽ ഉണ്ടാകേണ്ടത് ആദ്യമായി കൃത്യനിഷ്ഠ. ഏത് ജോലിക്ക് ആവശ്യമാണ് കൃത്യനിഷ്ഠ. പിന്നെ പബ്ലിക്കിനെ നമ്മൾ ഉപദ്രവിക്കരുത്. നമ്മൾ അവരെ സേവകരാണ്. അവരുടെ ആവശ്യങ്ങൾ ന്യായമായിട്ട് കേൾക്കാനും അത് പരിഹരിക്കാനുമുള്ള മനസ്സുണ്ടാവണം. നമുക്ക് അധികാരമുണ്ട്, ഓക്കെ. അധികാരം ഉണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മൾ അവരുടെ പുറത്ത് കുതിര കയറാനോ അവരെ പീഡിപ്പിക്കാനോ ശ്രമിക്കരുത്. അങ്ങനെ വരുമ്പോഴാണ് പ്രശ്നങ്ങളെല്ലാം വരുന്നത്. നമ്മൾ ചെയ്യുന്നതിനെല്ലാം ഒരു ട്രാൻസ്പാരൻസി ഉണ്ടാവണം. ആൾക്കാരെ സംശയം ഉണ്ടാക്കരുത്. കൃത്യമായി നമ്മൾ ചെയ്യുക ജോലി. പിന്നെ നിയമം നടപ്പിലാക്കുമ്പോൾ നിയമം നമ്മൾ നന്നായിട്ട് പഠിച്ചിരിക്കണം. നിയമം മറിഞ്ഞ് മാത്രമേ നടപടിയെടുക്കാൻ പാടുള്ളൂ. നമുക്ക് നിയമം വ്യക്തതയില്ലാതെ ഒരാളെയും നമ്മൾ ശിക്ഷിക്കാൻ വേണ്ടി ശ്രമിക്കരുത്. കാരണം അവരും നിയമത്തിനെക്കുറിച്ചൊക്കെ കൂടുതൽ അറിയാനുള്ള ഇന്നത്തെ സംവിധാനങ്ങൾ ഉള്ളവരാണ്. അതുകൊണ്ട് വളരെ നന്നായിട്ട് തയ്യാറെടുപ്പോടുകൂടി കാര്യങ്ങൾ മനസ്സിലാക്കി ചെയ്താൽ വളരെ വിജയപ്രദമായിട്ട് നമുക്ക് പോകാൻ കഴിയും. അതുപോലെ പഠിക്കുന്ന കുട്ടികൾക്ക് സാറിന് കൊടുക്കാനുള്ള മെസ്സേജ് എന്താണ്? ഇപ്പോൾ പഠിക്കുന്ന കുറച്ചധികം കുട്ടികൾ ബിടെക്കുകാരും അതുപോലെ ഫിസിക്സ് ബാക്ക്ഗ്രൗണ്ടുള്ള കുട്ടികളും പഠിക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് കൊടുക്കാനുള്ള മെസ്സേജ് എന്താണ്? കാരണം ഈ ബിടെക്കിനും അല്ലെങ്കിൽ ഫിസിക്സിനും ഒക്കെ ഉള്ള പല ശാസ്ത്രീയ കാര്യങ്ങളും ഭാവിയിൽ അവർക്ക് ഉപയോഗിക്കേണ്ടി വരും. അതുകൊണ്ട് അവ നന്നായിട്ട് മനസ്സിലാക്കി ഇൻസ്പെക്ടറായി ചിലപ്പം ആദ്യം കുറച്ച് നാൾ ഇതൊന്നും ചെയ്യേണ്ടി വരില്ലെങ്കിൽ പോലും നമ്മളതൊക്കെ വളരെ ഡ്യൂ കോഴ്സിൽ നന്നായിട്ട് മനസ്സിലാക്കി പോകുന്നത് അവരുടെ ഭാവി ജീവിതത്തിന് വളരെ ഉപകാരപ്രദമായിരിക്കും. നിങ്ങൾക്ക് ഒരുപാട് സംശയങ്ങൾ ഉള്ളത് കൊണ്ടാണ് സാറിനെ നമ്മൾ ഇന്ന് വളരെ സ്പെഷ്യൽ ഗസ്റ്റ് ആയിട്ട് ഇന്ന് കൊണ്ടുവന്നത്. അപ്പോൾ സാറിൻ്റെ എക്സ്പീരിയൻസ് എന്നുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ഈ പഠന ജീവിതത്തിൽ ഉറപ്പായിട്ടും വലിയൊരു മുതൽക്കൂട്ടാവുമല്ലോ മിസ്സേ എന്ന് പ്രതീക്ഷിക്കുന്നു. അതുപോലെ ലീഗൽ മെട്രോളജി ഇൻസ്പെക്ടിംഗ് അസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാരും അതുപോലെ ഇൻസ്പെക്ടർ ആകാൻ വേണ്ടി പഠിക്കുന്ന ഉദ്യോഗാർത്ഥികളും വേക്കൻസിയുടെ കാര്യത്തിലൊക്കെ ഒരുപാട് പേര് പല കൺസേൺസ് ഉന്നയിക്കുന്നുണ്ട്. വേക്കൻസിയുടെ കാര്യത്തിൽ നിങ്ങൾ ഒന്നുകൊണ്ടും പേടിക്കേണ്ട ആവശ്യമില്ല. കാര്യം എന്ന് പറയുമ്പോഴത്തേക്കും അത് നമ്മുടെ വെബിനാർ സെഷനിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. നമ്മൾ എത്രത്തോളം വേക്കൻസികൾ വരും, അതുപോലെ പ്രൊമോഷൻ സാധ്യതകൾ. ഇപ്പോൾ സാർ കുറേ കാര്യങ്ങൾ പറഞ്ഞു തന്നു. അതുപോലെ നമ്പർ ഓഫ് പോസ്റ്റിന്റെ അടിസ്ഥാനത്തിൽ തന്നെ എത്രത്തോളം വേക്കൻസികൾ പ്രൊജക്റ്റ് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ വെബിനാർ സെഷനിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. യൂട്യൂബിൽ സഹകരുടെ ക്ലാസ്സസ് ഫോളോ ചെയ്യുന്ന ആൾക്കാരുണ്ടായിരിക്കാം, കോഴ്സ് ഫോളോ ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ എല്ലാവരുടെ പറയാനുള്ളത് എന്ത് ചെയ്യുക, നിങ്ങൾ നമ്മുടെ പ്ലാനിൽ സ്റ്റിക്ക് ഓൺ ചെയ്യുക എന്നുള്ളതാണ്. പ്ലാൻ എന്ന് പറയുമ്പോഴത്തേക്കും ഉറപ്പായിട്ടും നമുക്ക് എക്സാമിനേഷൻസ് റിപ്പീറ്റഡ് ആയിട്ട് എഴുതിയുള്ള പ്രാക്ടീസാണ് നമ്മൾ മുന്നോട്ട് വയ്ക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആശയം. അപ്പോൾ അതിനകത്ത് കുറേ കാര്യങ്ങൾ, കുറേ സൈക്കോളജി ആസ്പെക്ട് ഉണ്ട്. അതെല്ലാം നമുക്ക് വെബിനാർ സെഷൻ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഉറപ്പായിട്ടും എല്ലാവരും ഫുൾ പവർ ആയിട്ടല്ലേ മിസ്സേ പഠിക്കുക. ഫസ്റ്റ് റാങ്കിന് വേണ്ടി പഠിക്കുക. മിസ്സാണ് നിങ്ങളുടെ ചീഫ് മെന്റർ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് ഞാനും കരുതുന്നു. എക്സാം എഴുതുന്നുണ്ട്. ഓക്കെ. അപ്പോൾ ടുഗദർ, ഒരുമിച്ച് സഹകാരി എന്ന പേര് പറയുന്നത് തന്നെ ഒരുമിച്ച് നമുക്ക് മുന്നേറാൻ, സഹകരിക്കുന്നവനാരും അവൻ അതെ, എന്നുള്ളതാണ്.
ഒരുമിച്ച് നമുക്കൊരു ടീമായിട്ട് മുന്നേറാം. ലീഗൽ മെട്രോളജി ഇൻസ്പെക്ടർ നമുക്ക് ഒരുമിച്ച് കൊണ്ടുവരാം. പത്മ സാറിനോടൊപ്പം നന്ദി. താങ്ക് യു.